ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു വീഡിയോയുമായിട്ടാണ്. നമ്മുടെ പാളയംകോടൻ പഴം അത് പഴുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ അളിഞ്ഞ് അയ്യത്ത് കളയാനേ പറ്റത്തുള്ളൂ. എന്നാൽ ഈ പാളയംകോടൻ നല്ല ഗുണമുള്ളതാണ്. ദിവസവും അത് കഴിച്ചു കഴിഞ്ഞാൽ വയറൊഴിഞ്ഞ് പോകാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് ഞാനത് കാണിക്കാൻ പോകുന്നത്. ഈ പാളയംകോടൻ പഴം ഇത് പഴുത്ത് പോയി കഴിഞ്ഞാൽ വേസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊന്ന് അരിഞ്ഞ് ഈ പഴം അരിഞ്ഞൊന്ന് ഉണങ്ങി നോക്കാം അതെങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ അരിഞ്ഞ് ഉണങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വല്ലപ്പോഴൊക്കെ ഇരുന്ന് കഴിക്കാം. വേനൽക്കാലം ആകുമ്പോൾ ഉറുമ്പുകളൊക്കെ തൻ്റെ തീറ്റകളൊക്കെ ശേഖരിച്ച് വളരെ കൊണ്ടുവയ്ക്കും. മഴക്കാലം ആകുമ്പോൾ അത് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇരുന്ന് അതിങ്ങനെ ഓരോന്നോരോന്ന് ഇരുന്ന് കഴിക്കുന്നത് പോലെ കുറിക്കുന്നത് പോലെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിനെ ശേഖരിച്ച് അതിനെ നഷ്ടപ്പെടുത്താതെ അതെങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്ന് ഇതൊന്ന് നോക്കാം. ഞാനതൊന്ന് ചെയ്യുന്ന വിധം ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇത് സമയമുള്ളവർക്കൊക്കെ പറ്റത്തുള്ളൂ. കാര്യം ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങണം. ഡീഹൈഡ്രേഷൻ മെഷീൻ ഉണ്ടെങ്കിൽ എളുപ്പം, പക്ഷേ അതിന് 60,000 രൂപയൊക്കെ മുടക്കണം. എന്നാൽ നമുക്ക് ദൈവം സഹായിച്ച് സൂര്യനെ തന്നിട്ടുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് അരിഞ്ഞൊന്ന് വെയിലത്ത് വെച്ച് ഒരാഴ്ച കൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ഒരു പാത്രത്തിലോട്ട് വയ്ക്കുക. അപ്പം ഇത് എൻ്റെ സ്റ്റീലിൻ്റെ ഇതുപോലുള്ള വലിയ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ അലുമിനിയത്തിൻ്റെ എടുത്തേക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു സ്വല്പം നെയ്യ്, എണ്ണ എടുക്കട്ടെ, എണ്ണ കനച്ചു പോകും. അപ്പോൾ ഈ ചില നെയ്യ് എടുത്ത് ലേശം ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ ഈ പഴം ഇതേ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി. ഒരുപാട് നെയ്യായി പോകരുത്. ഇനി നമുക്ക് ആ പഴം ഒന്ന് അരിഞ്ഞെടുക്കാം. അത് ആ പാത്രത്തിൽ തന്നെ ഒന്ന് അടുക്കി ഒന്ന് നിരത്തി ഒന്ന് വെക്കുക. ഇനി നമുക്കിത് നേരെ വെയിലത്ത് കൊണ്ടുവയ്ക്കുക. കിളികളൊന്നും വന്ന് കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു നെറ്റ് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ വെയിലത്ത് വെച്ച അരിഞ്ഞുണക്കിയ പഴം, പാളയംകോടൻ പഴം ഇപ്പോൾ 7 ദിവസമായിട്ടുണ്ട്. നമ്മുടെ ഈ പഴം ഉണങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സിബ്ലോക്ക് കവറിലോട്ട് നമുക്ക് ഇട്ട് വെക്കാം. ഇതാ നമ്മുടെ പഴം ഉണങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇത് സിബ്ലോക്ക് കവറിലാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് കണ്ടോ എഴുതിയിരിക്കുന്നു. അതാ നമ്മൾ ഈ അത്തിപ്പഴക്കട്ട പോലെ ഒരു പുളിയും മധുരവും കൂടെ ഉള്ളതാണ്. നല്ല രസമായിരിക്കും, തിന്നാൻ നല്ലതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും വരെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.